നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. സബ്മിഷനുമായി CR മഹേഷ് MLA. ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. അഞ്ചലിലായിരുന്നു അപകടം. മൊബൈൽ ഫോണും പണവും അപഹരിച്ചു. രണ്ടുപേർ പിടിയിൽ. ശാസ്താംകോട്ട താമരക്കുളം സ്വദേശികളാണ് പിടിയിലായത്. മൈനാഗപ്പള്ളി സ്വദേശിയുടെ പണവും ഫോണുമാണ് അപഹരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. CR മഹേഷ് MLA സബ്മിഷനിലൂടെയാണ് ആവശ്യം ഉന്നയിച്ചത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സുനാമി ദുരന്തം നടന്ന തീരപ്രദേശം ഉൾപ്പെടുന്ന താലൂക്ക് ആശുപത്രി, ടാങ്കർ ദുരന്തങ്ങളും മറ്റു വാഹന അപകടങ്ങളും അപകട മരണങ്ങളും ദിനംപ്രതി നടന്നുവരുന്ന ആശുപത്രി, എത്രയേറെ പഴക്കമുള്ള മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതുമായ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഞാൻ ഈ സബ്മിഷനിലൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് CR മഹേഷ് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. 23 ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. നിലവിലുള്ള ഡോക്ടർമാരിൽ പീഡിയാട്രിഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് വരെ ഇവിടെ നടത്താനാകും. എന്നിട്ടും നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ തുകയുണ്ടായിട്ടും വർഷങ്ങളായി സർക്കാർ അനുവാദത്തിന് കാത്തിരിക്കുകയാണെന്ന് CR മഹേഷ് MLA സബ്മിഷനിലൂടെ ചൂണ്ടിക്കാട്ടി. ഇത്രയേറെ രോഗികൾ വരുന്ന ആശുപത്രിയിൽ ആകെ 23 ഡോക്ടർമാരുടെ സേവനമാണുള്ളത്. 2100-ഉം 23-ഉം തമ്മിലുള്ള അന്തരം പരിശോധിക്കണം. നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ പീഡിയാട്രീഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് ഇവരില്ല സാർ. ഇവരുടെ ഒഴിവ് ഇപ്പോഴും കിടക്കുകയാണ്. ഇവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇവരെ അടിയന്തരമായി നിയമിക്കണം എന്നാവശ്യപ്പെടുകയാണ്. സാർ, MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് നടക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും ഒരു നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ പൈസ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ അനുവാദത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ കരുനാഗപ്പള്ളിയിൽ ഇതുവരെയും ഒരു ക്യാൻസർ ചികിത്സാ വിഭാഗം ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള രോഗികൾ തിരുവനന്തപുരത്തും RCC ഉൾപ്പെടെയുള്ള ദൂരെയുള്ള കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പശ്ചാത്തല സൗകര്യമേറെയുള്ള കരുനാഗപ്പള്ളി ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗി വിഭാഗത്തിന്റെ സെന്റർ ആരംഭിച്ചാൽ ആ പ്രദേശത്തെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് സാർ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അധിക തസ്തിക അനുവദിക്കുന്നതും ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ സബ്മിഷന് മറുപടി നൽകി. സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഗ്യാപ്പ് അനാലിസിസ് നടത്തി വിശദമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് 90 കോടി രൂപയുടെ ഭരണാനുമതിയും 83.97 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിയും ലഭ്യമായിട്ടുണ്ട്. നിലവിലെ കെട്ടിടത്തിന്റെ മുകളിലെ 2 നിലകളുടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ പൂർത്തിയായി. പ്രസ്തുത സ്ഥാപനത്തിലെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ആയത് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. മാഡം, അതിന് പുറമെ ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു യോഗം കൂടുന്നതാണ്. അതിനുശേഷം ഇതിന്റെ നടപടികൾ ത്വരിതപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മൊബൈൽ ഫോണും പണവും അപഹരിച്ചവർ പിടിയിൽ. ശാസ്താംകോട്ട മുതുപിലാക്കാട് സ്വദേശി ഹരികുമാർ, താമരക്കുളം കണ്ണനാകുഴി സ്വദേശി വിനോദ് എന്നിവരാണ് പിടിയിലായത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ മൈനാഗപ്പള്ളി സ്വദേശിയെ ഉപദ്രവിച്ച് പണവും ഫോണും അപഹരിച്ച കേസിലാണ് അറസ്റ്റ്. മൊബൈൽ ഫോണും പണവും അപഹരിച്ച കേസിലാണ് ശാസ്താംകോട്ട മുതുപിലക്കാട് ഹരിഭവനത്തിൽ ഹരികുമാർ
താമരക്കുളം കണ്ണനാങ്കുഴി ബിനു ഭവനത്തിൽ വിനോദ് എന്നിവർ പിടിയിലായത്. ജൂൺ 29 രാത്രിയിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിയെ ദേഹോപദ്രവം ചെയ്ത് കയ്യിലിരുന്ന പണവും മൊബൈൽ ഫോണും അപഹരിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം. ഓച്ചിറ മഠത്തിൽ കാരായ്മ ആൽമാവ് ശിവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ പുലർച്ചെയായിരുന്നു മോഷണം. ഓച്ചിറ മഠത്തിൽ കാരായ്മ ആത്മാവ് മുക്കിലാണ് കഴിഞ്ഞ പുലർച്ചെ മോഷണം നടന്നത്. പുലർച്ചെ 1 മണിയോടെയാണ് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചത്. കഴിഞ്ഞ ശിവരാത്രി നാളിലെ ഉത്സവത്തിന് ശേഷം കാണിക്കവഞ്ചി തുറന്നിട്ടില്ല. അതിനാൽ 25,000 രൂപയിലേറെ പണം ഇതിനകത്തുണ്ടാകുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ആത്മാവ് ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12 മണി സമയത്ത് ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശത്തുള്ള കാണിക്ക കുത്തിപ്പൊളിച്ച് അതിനകത്തുള്ള 10-20,000 രൂപയിൽ മേലുള്ള തുക ആരോ മോഷ്ടിച്ചത് കൊണ്ടുപോയി. അത് രാവിലെ വിളക്കെത്തിക്കാൻ വന്ന സ്ത്രീ കണ്ടതാണ്. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം വന്ന് കണ്ട് പോയിട്ടുണ്ട്. മുണ്ടുടുത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളാണ് കാണിക്കവഞ്ചി കുത്തി തുറന്നത്. CCTV ദൃശ്യങ്ങളിൽ ഇയാളുടെ മുഖം വ്യക്തമല്ല. ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയിൽ ഓച്ചിറ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. അഞ്ചലിലായിരുന്നു അപകടം. അഞ്ചലിലാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രികനായ അഞ്ചൽ സ്വദേശി അഭിറാമിന് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് തീർച്ചയായിട്ടും ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയായി. പയ്യൻ പോയി അവിടെ ഇവിടുന്ന് ഒരു 10-15 പേർക്ക് കേട്ടു. റോഡ് സൈഡിൽ ഈ സൈഡിൽ കൂടെ വന്ന വണ്ടി പക്ഷേ അപ്പുറത്ത് വന്ന വണ്ടിയെ പിടിച്ചിട്ട് ഒരു 15 മിനിറ്റ് അപ്പുറത്താണ് പോയി. അപകടത്തിൽ പരിക്കേറ്റ അഭിരാമിനെ നാട്ടുകാരാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വാഹനമില്ലാതെ പുനലൂർ എക്സൈസ് വകുപ്പ് വലയുന്നു. പരിശോധനകളും റെയ്ഡുകളും പ്രതിസന്ധിയിൽ. ഓഫീസിലെ ഔദ്യോഗിക വാഹനം തകരാറിലായതോടെയാണ് പരിശോധനകൾക്കോ റെയ്ഡുകൾക്കോ പോകാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ വലയുന്നത്. മലയോര മേഖലയിലെ ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ട പുനലൂർ എക്സൈസ് ആണ് വാഹനമില്ലാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത്. ഓഫീസിലെ ഔദ്യോഗിക വാഹനം തകരാറിലായതോടെ പരിശോധനകൾക്കോ റെയ്ഡുകൾക്കോ പോകാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടുന്നു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജമദ്യ വിൽപ്പനയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുടെ ഒഴുക്കും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് വാഹനമില്ലാത്തത് ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നത്. ലഹരി ഇടപാടുകളെ കുറിച്ച് രഹസ്യവിവരം ലഭിച്ചാൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ എക്സൈസിന് കഴിയുന്നില്ല. രാത്രികാല പട്രോളിംഗും അതിർത്തി മേഖലകളിലെ പരിശോധനയും പാടെ നിലച്ചു. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ എക്സൈസിന്റെ കർശനമായ നിരീക്ഷണം ഇല്ലാതാവുകയാണ്. ഇത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിട്ടുള്ളത്. പുനലൂർ എക്സൈസ് ഓഫീസിന് അടിയന്തരമായി പുതിയ വാഹനം അനുവദിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് വിജോ വിക്ക് കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോടതി വളപ്പിൽ പോലീസ് അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് വിജോ വിക്ക് നേരെ കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ശാസ്താംകോട്ട ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കോടതി ബഹിഷ്കരണത്തിനിടെ തോക്ക്, ലാത്തി ഉൾപ്പെടെ ആയുധങ്ങളുമായി പോലീസ് കോടതി വളപ്പിൽ പ്രവേശിച്ച് അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കോടതി പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷക വൃത്തി ചെയ്യുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനുമായി തന്നെ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നീതിപൂർവമായ നീതി നിഷേധത്തിനെതിരെ
പടയൊരുക്കം നിർത്തുന്നതാണ് നമ്മൾ. അവിടെയെല്ലാം നമുക്കൊരിക്കലും നീതി ലഭിക്കാതെ അഭിഭാഷകരെ ഏതാണ്ട് ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആ വിജോയി എന്ന് വന്ന സുഹൃത്തിനെ ക്രൂരമായി അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ, കാരണം പോലീസിനെതിരെ കേസ് കൊടുത്ത് ഒട്ടനവധി വിധി സമ്പാദിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാം. വലിയ പ്രമാണിമാരായ ഉദ്യോഗസ്ഥൻ SI മാർക്കെതിരെയെല്ലാം നമ്മൾ കേസ് നടത്തി കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് രൂപ വാങ്ങിച്ചുള്ള, നമ്മൾ കോമ്പൻസേഷൻ വാങ്ങിച്ചുള്ളവരാണ് അഭിഭാഷകർ. ആ അഭിഭാഷകർക്കെതിരെയാണ് ഇപ്പോഴും ക്രൂരമായ വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മൾക്കെതിരെ നടത്തുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ, അന്യായമായ പ്രവൃത്തികൾക്കെതിരെ നാം സംഘടിക്കുകയും സംഘടന കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് B. മനു, അഡ്വക്കേറ്റ് A. സതീഷ് കുമാർ, അഡ്വക്കേറ്റ് S. പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് TV. ഇന്ദു, അഡ്വക്കേറ്റ് S. ജീവൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷൈൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ESI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. KSKTU കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. VBG റാംജി പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. പുത്തൻതെരുവ് ESI ഓഫീസിന് മുന്നിലേക്കായിരുന്നു മാർച്ച്. KSKTU കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും അടിമ ജോലിയാണ് ചെയ്യുന്നത് എന്ന നിലയിലേക്കുള്ള ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാപ്പന പഞ്ചായത്തിലെ 7-ാം വാർഡ് ഏതാണ്ട് കുറ്റിയടത്ത് മുക്കിനത് പടിഞ്ഞാറ് വശം മുതൽ പാട്ടത്തിക്കടവിന്റെ പടിഞ്ഞാറ് വശം കായൽ തീരത്ത് വരെയാണ്. കുറ്റിയടത്ത് മുക്കിന്റെ വടക്കേ ഭാഗത്താണ് ജോലിയെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളി രാവിലെ അവിടെ നിന്ന് 4.5 കിലോമീറ്റർ നടന്ന് പാട്ടത്തിക്കടവിന്റെ പടിഞ്ഞാറ് വശം പോയി നിന്ന് ഫോട്ടോ എടുക്കണം. ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കേരളത്തിലേതുപോലല്ല വടക്കേ ഇന്ത്യയിൽ ഒരു കനിയാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ മേഖലയിലും ഇടപെടുകയാണ്. ഈ തൊഴിലാളികളെ, തൊഴിൽ മേഖലയെ തകർക്കുന്നു. കേരളത്തിൽ സവിശേഷമായ മറ്റൊരു സാഹചര്യം, ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ഒരു മാസം കൂടി കഴിയുമ്പോൾ ഈ പുത്തൻതെരുവ് ESI പോലെ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളുടെ മുന്നിൽ, പഞ്ചായത്ത് ഓഫീസുകളുടെ മുന്നിൽ, താലൂക്ക് ഓഫീസുകളുടെ മുന്നിലേക്ക് ആരുടെയും പ്രേരണയില്ലാതെ സമരത്തിനെത്തേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ. ഏരിയ പ്രസിഡന്റ് R. സോമരാജൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. K. ബാലചന്ദ്രൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി P. ഉണ്ണി, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. BJP ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. കഴിഞ്ഞ 7 മാസക്കാലമായി പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. രോഗികൾക്ക് ആശുപത്രിയിലെ സ്വീപ്പറാണ് മരുന്നെടുത്തു കൊടുക്കുന്നതെന്നും മരുന്ന് മാറിക്കൊടുത്ത സംഭവം വരെ ഇവിടെ നടന്നിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ആശുപത്രിയിൽ അടിയന്തരമായി ഫാർമസിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. BJP അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു. താൽക്കാലികമായ ഒഴിവുകളും അവരുടേതായ രാഷ്ട്രീയത്തിന്റെ ബേസിൽ അവര് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പലയിടത്തും പല ഒഴിവുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. സമയബന്ധിതമായി ഇതൊന്നും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചൽ പഞ്ചായത്തിലെ BJPക്ക് 6 മെമ്പർമാരാണുള്ളത്. അത് കൃത്യമായ രീതിയിൽ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ ഇവിടുത്തെ മുഖ്യധാരയിലെ ജനങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരും ദിനങ്ങളിൽ പാർട്ടിയും മെമ്പർമാരും കൃത്യമായ രീതിയിൽ ഈ അലംഭാവത്തിനെതിരെ, ഈ ഗുരുതര വീഴ്ചയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾ പാർട്ടിയുടെ ഘടകം തീരുമാനിച്ചുകൊണ്ട് മെമ്പർമാരെയും മറ്റ് പാർട്ടി പ്രവർത്തകരെയും പൊതുജനങ്ങളെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും BJP ജനപ്രതിനിധികളായ ഉമേഷ് ബാബു, ബബുൽ ദേവ്, ആനന്ദി, മായ, ജയന്തി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവിടെ 2 തരത്തിലാണ് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു ഭരണസമിതി ഇരിക്കുന്ന പഞ്ചായത്തിൽ
ഏത് താൽക്കാലിക നിയമനം നടന്നാലും LDF-ന്റെ പ്രതിനിധികൾ ആ നിയമനത്തിൽ ഉൾപ്പെടണം എന്നുള്ള വാശിയുള്ളത് കൊണ്ട് ലിസ്റ്റിൽ LDF-ന്റെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് 19-ാം തീയതി അത് മാറ്റിവെക്കുകയാണ്. ഇന്നിപ്പം ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഡിസംബർ മാസം 2-ാം തീയതി ഫാർമസിസ്റ്റ് അവധിയെടുത്തിട്ട് ജൂലൈ 1 ആകുമ്പോൾ ഇന്നിപ്പോൾ 7 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടറിയെ സമീപിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലിസ്റ്റ് ആയിട്ടുണ്ട്. ആ ലിസ്റ്റായത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അടിയന്തരമായി കമ്മിറ്റി വെച്ച് അംഗീകരിച്ച് നിയമനം നടത്തി പൊതുജനങ്ങൾക്കുള്ള രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ളൊരു താല്പര്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് വേണ്ടപ്പെട്ട അധികാരികൾക്കില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മദ്യകച്ചവടം നടത്തിവന്ന യുവാവ് പിടിയിൽ. പരവൂർ സ്വദേശി വിഷ്ണു ആണ് പിടിയിലായത്. 27.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. പരവൂർ കൂനയിൽ കിഴക്കിടമുക്കിന് സമീപം ലാലാമന്ദിരത്തിൽ വിഷ്ണുവിനെയാണ് 27 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ജില്ലാ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. വീടിനോട് ചേർന്നുള്ള കടയുടെ മറവിലാണ് വിഷ്ണു മൊത്തമായും ചില്ലറയായും മദ്യക്കച്ചവടം നടത്തി വന്നത്. ഡ്രൈഡേകളിൽ ഉൾപ്പെടെ പ്രദേശത്താകെ മദ്യം സുലഭമായി ലഭിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കിഴക്കിടമുക്ക് ഭാഗങ്ങൾ പോലീസ് എക്സൈസ് വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജീവനം ക്യാൻസർ സൊസൈറ്റി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം നടത്തി. ജി സുധാകരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗികൾക്ക് നൽകുന്ന പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്യാൻസർ രോഗികളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ പരിധി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചത്. ജി സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. അർബുദ രോഗികൾക്ക് നൽകി വരുന്ന പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ പെൻഷൻ സമ്പന്നനെയോ ദരിദ്രനെ നോക്കിയല്ല, ക്യാൻസർ ഉണ്ടാകുന്ന സമ്പന്നനെയോ ദരിദ്രനെ നോക്കിയല്ല. അതിന് പരിധി വെക്കുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയവും അനാവശ്യമാണ്. ആരാണ് രോഗി അവർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ്. നമ്മുടെ ബ്യൂറോക്രസിയുടെ, നമ്മുടെ നാട്ടിലെ ഭരണ സമ്പ്രദായത്തിൻ്റെ വൈകല്യങ്ങളാണ്. അതുപോലെ ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം, അംഗപരിമിതർക്ക് വരുമാന പരിധി വെച്ചിരിക്കുകയാണ്. ജന്മനാഥന് അംഗപരിമിതിയോട് ജനിക്കുന്ന ഒരാൾ ആ അംഗപരിമിതനായതുകൊണ്ടാണ് കൊടുക്കുന്നത്. സാമ്പത്തിക കണക്കിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്യാൻസർ രോഗബാധിതരുടെ ഒരു പരിധിയും വെക്കാൻ പാടില്ല. പരിധി ഉയർത്തുകയല്ല വേണ്ടത്, ഏതൊക്കെ അതാണ് മര്യാദ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അർബുദ രോഗികളുടെ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനം ക്യാൻസർ സൊസൈറ്റി സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ജോജി മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു. ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ഭാരവാഹികൾ, പ്രവർത്തകർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പ്രവർത്തകർ, ക്യാൻസർ രോഗികൾ, ബഹുമാന്യരായ നാട്ടുകാർ, ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സമരത്തിന്റെ ഒരു തുടർച്ച എന്നോണമാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ക്യാൻസർ പെൻഷൻ 1000 രൂപയിൽ നിന്ന് കുറഞ്ഞത് 3000 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ജീവനം ക്യാൻസർ സൊസൈറ്റി ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു ആശയം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ജീവനം ക്യാൻസർ സൊസൈറ്റി ഉന്നയിച്ച ഒരു ആവശ്യമാണ് ക്യാൻസർ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നുള്ളത്. എന്നാൽ ഇന്ന് വരെയും അതിനൊരു പ്രതിഫലം കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മൾ സമരമുഖത്തേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്. സംസ്ഥാന പ്രസിഡന്റ് PG സന്തോഷ് സ്വാഗതം പറഞ്ഞു. ജീവനം ക്യാൻസർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ, സെക്രട്ടറി ഗാന ജെയിംസ് എന്നിവർ പങ്കെടുത്തു. അർബുദ വിമുക്ത കേരളം ഒരു ലക്ഷ്യം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ക്യാൻസർ ബോധവൽക്കരണവും അതുപോലെ തന്നെ ക്യാൻസർ നിർണയ ക്യാമ്പുകളും ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ ഗവൺമെൻറ്റിൽ നിന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവനം ക്യാൻസർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. നമുക്കറിയാം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 20 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. ഒരാളെ അറസ്റ്റ് ചെയ്തു.
പുള്ളിക്കട കോളനിയിൽ രതീഷാണ് പിടിയിലായത്. പുള്ളിക്കട ഉന്നതിയിൽ CC കുട്ടൻ എന്നറിയപ്പെടുന്ന രതീഷിന്റെ വീട്ടിൽ നിന്നുമാണ് 2 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് കണ്ടെടുത്തത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞാണ് മദ്യം പിടികൂടിയത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ കൂടുതൽ തുകയ്ക്ക് മദ്യവിൽപ്പന നടത്താറുണ്ട്. പലതവണ പോലീസ് പരിശോധനയ്ക്ക് എത്തിയെങ്കിലും ഇയാളിൽ നിന്നും 1 കുപ്പി മദ്യം പോലും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മദ്യശാലയുടെ അവധി ദിവസങ്ങളിൽ 200 രൂപയിലധികം വാങ്ങി കച്ചവടം നടത്തുകയാണ് ഇയാളുടെ പതിവ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യം. സബ്മിഷനുമായി CR മഹേഷ് MLA. ഉന്നതതല യോഗം വിളിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. അഞ്ചലിലായിരുന്നു അപകടം. മൊബൈൽ ഫോണും പണവും അപഹരിച്ചു. 2 പേർ പിടിയിൽ. ശാസ്താംകോട്ട താമരക്കുളം സ്വദേശികളാണ് പിടിയിലായത്. മൈനാഗപ്പള്ളി സ്വദേശിയുടെ പണവും ഫോണുമാണ് അപഹരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.